നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തെ തുടർന്നുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി വരികയാണ്. ഇതിനോടകം തന്നെ രാജ്യങ്ങൾ ഇളവുകളും നൽകി കഴിഞ്ഞു. അങ്ങനെ ജനജീവിതം സാധാരണ നിലയിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് തുടർന്നു വരുന്നത്. കോവിഡ് മഹാമാരി മൂലമുണ്ടായ പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമത്തിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ എത്തിച്ചേർന്നു. പ്രതിസന്ധികൾ നേരിടുന്ന വ്യവസായ വാണിജ്യ മേഖലകൾ ശക്തമാക്കാൻ മടങ്ങിപ്പോയ പ്രവാസികളെ അടക്കമുള്ളവരെ തിരികെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് അറബ് രാജ്യങ്ങൾ തുടരുന്നത്. എന്നാൽ കുവൈറ്റിൽ നിന്ന് പ്രവാസികൾ കൂട്ടത്തോടെ മടങ്ങുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇനി വരും വർഷങ്ങളിൽ ഏറ്റവും അധികം പ്രവാസികൾ മടങ്ങിപ്പോകുക കുവൈറ്റിൽ നിന്നായിരിക്കുമെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. മറ്റു ഗൾഫ് രാജ്യങ്ങളുമായി മുൻനിർത്തി നോക്കുമ്പോൾ തന്നെ കുവൈറ്റിൽ നിന്ന് പ്രവാസികൾ കൂടുതലായി മടങ്ങുമെന്നാണ് ഓക്സ്ഫോർഡ് ഇക്കണോമിക്സ് ഫൗണ്ടേഷൻ നടത്തിയ പഠനത്തിൽ പറയുന്നത്. മലയാളികളടക്കമുള്ള ആയിരക്കണക്കിന് പ്രവാസികൾ കുവൈറ്റിൽ ജോലി ചെയ്തു വരുന്നുണ്ട്. ഇവരിൽ പലരും മടങ്ങിപ്പോരാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ രാജ്യത്തെ പ്രവാസികളുടെ എണ്ണത്തിൽ 12% കുറവ് ഉണ്ടായെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ മേയിൽ 9% ഉണ്ടായിരുന്നത്. കണക്കിൽപ്പെടാത്ത നിരവധി ആളുകളും ഉണ്ടാകാമെന്നാണ് കരുതുന്നത്. രാജ്യത്തെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്നവരാണ് മടങ്ങിപ്പോയത്. പലരും കുടുംബത്തോടൊപ്പം സ്വന്തം നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. അതേസമയം നാട്ടിലേക്ക് മടങ്ങിയവരിൽ പലർക്കും തിരിച്ചെത്താൻ സാധിക്കാത്ത അവസ്ഥയും ഉരുവായിട്ടുണ്ട്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 34 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നേരിട്ടുള്ള യാത്രാ വിലക്കാണ് ഇവർക്ക് തിരിച്ചടിയായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രവാസികളുടെ മടങ്ങിപ്പോക്കിനുള്ള പ്രധാന കാരണം കോവിഡ് മഹാമാരിയും തുടർന്നുണ്ടായ സാഹചര്യവുമാണ്. നൂറുകണക്കിന് ആളുകൾക്ക് ജോലി ഇതിനോടകം തന്നെ നഷ്ടമായി. നാട്ടിൽ പോയവരിൽ പലർക്കും ഇക്കാമ കാലാവധി കഴിഞ്ഞിട്ടും തിരിച്ചെത്താൻ സാധിച്ചില്ല. യാത്രാവിലക്കടക്കമുള്ള സാഹചര്യങ്ങൾ ഇതിന് കാരണമായി മാറി. ഇതോടെ പലരും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ജോലി തേടി പോവുകയും ചെയ്തു. കോവിഡ് തിരിച്ചടി സർവ്വ മേഖലകളെയും ബാധിച്ചതോടെ ജീവിത ചെലവ് കൂടിയതും വരുമാനം കുറഞ്ഞതും പ്രവാസികളെ കാര്യമായി ബാധിക്കുകയുണ്ടായി. അങ്ങനെ പ്രവാസികളുടെ എണ്ണം വർദ്ധിച്ചതും സർവ്വ മേഖലകളിലും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ സാന്നിധ്യം ശക്തമാകുകയും ചെയ്തതോടെ സ്വദേശിവൽക്കരണം ശക്തമാക്കിയിരിക്കുകയാണ് കുവൈറ്റ്. സ്വദേശിവൽക്കരണത്തിലൂടെ പ്രവാസികളുടെ ജനസംഖ്യാ സന്തുലനം സാധ്യമാക്കാനുള്ള ശ്രമം നടന്നു വരികയാണ്. ഇതിനായുള്ള നടപടിക്രമങ്ങൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.